പ്ലാത്തോട്ടത്തിൽ ചാക്കോ മകൻ ജോർജ്, അതായത് കേരള രാഷ്ട്രീയത്തിലെ അങ്ങനെ പറയാം. അതെ, കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാൻ. ഒറ്റയാണോ? ഞാൻ ഒറ്റയാനായിട്ട് സത്യമാണ്. ഈ BJP ചേരുന്നതിന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു രാഷ്ട്രീയം. ഒറ്റ ഇലക്ഷൻ നിൽക്കുന്നു, ഒറ്റയ്ക്ക് തന്നെ. പക്ഷേ ജനം ജയിപ്പിക്കുമായിരുന്നു. 28,000 വോട്ടിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. അതപ്പോൾ അന്ന് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തിലാണ്, ഞാൻ സംതൃപ്തനാണ്. തുടക്കം ആ ഒരു കേരള കോൺഗ്രസിലേക്ക് എത്തുന്നതും അത് എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥ സത്യം, എൻ്റെ തറവാട് ഞാനിപ്പോൾ ഇത് ഞാൻ താമസിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് അവിടെ കാണുന്നതാണ് എൻ്റെ തറവാട്. അതിന് തൊട്ടപ്പുറത്തെ ഇവിടെ അപ്പൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ കെട്ടിടമാണ്. 65 67 KM ജോർജ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക. 67 ആ KM ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം പുള്ളിക്ക് ഇവിടെ താമസം. ഭക്ഷണം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ജോസഫ് ഒരു പങ്കാഷൻ നേരമുണ്ട്. ഈ രണ്ടുപേരും കൂടി ഭക്ഷണം കൊണ്ട് കൊടുക്കും. അന്ന് ഈ ഹീറ്ററൊന്നുമില്ല, വെള്ളം ചൂടാക്കി കൊടുക്കും. ഇവർ വെള്ളം ചൂടാക്കി കൊടുക്കും. അങ്ങനെ അപ്പോൾ ഇവരോടത്ത് ഞാനും പോകും. അപ്പോൾ ഭയങ്കര തനിമാടനായ ഒരു സ്ഥലം, നമുക്ക് കൊച്ചു പയ്യനല്ലേ, സ്കൂളിൽ പഠിക്കുക. അപ്പോൾ ഇങ്ങനെ അണ്ടർവിടുന്നൊക്കെ പോയി നോക്കി നിൽക്കുക എൻ്റെ ജോലി. അത് അത്രയും ചെറുപ്പമാണ്. അങ്ങനെ ജോർജ് സാറെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അരുവിത്ര കോളേജ് പഠിച്ചു. അരുവിത്ര കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയമില്ല. അവിടെ കോളേജ് രാഷ്ട്രീയമുള്ളവരുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പോലും രാഷ്ട്രീയം ഞങ്ങൾ സമ്മതിക്കില്ല. ഞാൻ ഒരു രാഷ്ട്രീയമായിട്ടും ബന്ധമില്ലാതെ പോയി. പക്ഷേ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ദീപികപത്രമാണ് എന്നെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചത്. അന്ന് ദീപികപത്രം ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ബോസ്കോ 1-ലാണ് 1-3 എന്നാണ് പറഞ്ഞത്. അപ്പം അവിടെ ഒരു ഈ റീഡിംഗ് റൂം എന്ന് പറയുന്നത് അതിൻ്റെ ഈ വരാന്തയിൽ തന്നെ അങ്ങേ അറ്റത്തൊരു മേശ അപ്പുറം ഇപ്പുറയും ബെഞ്ചിട്ടുള്ള പിള്ളേർക്കിടായിരുന്നു വായിക്കാൻ. ഞാനെന്നാലും പത്രം വായിച്ചേക്കാൻ രാവിലെ അല്ലെങ്കിൽ ചെന്നപ്പം ദീപി എടുത്ത് കീറി കളഞ്ഞിരിക്കും. ആരുടെ അത് കീറിയെന്ന് ചോദിച്ചു. അപ്പം ആദ്യം ഫസ്റ്റ് കീറിയുന്ന പിള്ളേർക്ക് എല്ലാവരും സാറമ്മയെന്ന് വിളിച്ച് ഇന്നോണമെന്നാണ് നിയമം. അതൊന്നും എനിക്കറിയത്തില്ല. ഞാനിത് ആരാ കീറിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തേക്ക് ഞാനാടാന്ന് പോയി. നീ ആരാടാക്കിയാണെന്ന് ഞാൻ ചോദിച്ചു. അടിയല്ലാത്തുള്ള നടന്നു. അപ്പം അങ്ങനെ ആദ്യമേ ഞാൻ എൻ്റെ വായി വന്ന് തെറിയെല്ലാം ഞാൻ വിളിച്ചു. ഒരു സൈമൺ, പുള്ളി ഒരു അഡ്വക്കേറ്റ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ തെറി നടന്നുകൊണ്ട് ഇപ്പം അന്ന് ഹോസ്റ്റലിൻ്റെ ചെയർമാൻ ഇന്ന് കോലപ്പൻ എന്നാണ് വിളിക്കുന്നത്. എനിക്കറിയില്ല. കോലപ്പൻ വന്നു. ഇതേ ചെയർമാനെ കണ്ടില്ലേ ഒരു കേരള കോൺഗ്രസ്സുകാരൻ. ഞാൻ ദീപി എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. ഇമാരെല്ലാം കൂടെ ഇതേ ഒരു കേരള കോൺഗ്രസ്സുകാരൻ വന്നിരിക്കുന്നു പറഞ്ഞു. പിന്നെ കോലപ്പൻ ഇങ്ങനെയെന്ന് ചോദിച്ചു. അതിനെടാ കുഴപ്പമെന്ന് ചോദിച്ചു. ഞാനും കേരള കോൺഗ്രസ് വന്നു. അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ തുടങ്ങി ഞങ്ങളവിടെ. തേവര കോളേജ് സെക്കൻഡ് ഇയർ ഞങ്ങൾ കോളേജ് പിടിച്ചു. അന്ന് PC ജോസഫ് സംഘടനാ കോൺഗ്രസ്സിൽ നിൽക്കുക. അവനെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് 2-ാം കൊല്ലം കോളേജ് ഞങ്ങളുടെ ആക്കി. അങ്ങനെ പിന്നെ എറണാകുളം പിന്നെ KIC പ്രവർത്തനമായിരുന്നു നമ്മുടെ ജോലി. അങ്ങനെയാണ് KICയിലും കേരള കോൺഗ്രസും വന്നത്. അപ്പോൾ അന്ന് KM മാണി, ജേക്കബ്, TN ജേക്കബ് അവരൊക്കെ MLA കോട്ടേഴ്സിൽ വന്നിട്ടുണ്ട്. MLA കോട്ടേഴ്സും പോട്ടെ, എൻ്റെ ഹോസ്റ്റലിൽ വന്നിട്ടുണ്ട്. പിന്നെ വിളിക്കുമായിരുന്നു, ഗസ്റ്റ് ഹൗസ് വന്നിട്ട് ഇവർ വിളിക്കും, അങ്ങോട്ട് പോകും. ജോസഫ് അവർക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് വന്നത്.